2014 മെയ് മാസം ഒരു മലയാളം പടം ഇറങ്ങുകയാണ്. വമ്പൻ ഹൈപ്പോടുകൂടി അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വൈഡ് റിലീസായി വരുന്നൊരു പടം. ഇതിന് കാരണം അന്നത്തെ മലയാളത്തിലെ ടോപ്പ് 3 യങ്സ്റ്റേഴ്സ് അതിൽ ഒരുമിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ ആ പടം കണ്ടു കഴിഞ്ഞ എനിക്ക് അതിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആൻഡ് യുണീക്ക് ഫീച്ചറായി തോന്നിയത് അതിലെ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന നായിക കഥാപാത്രമായിരുന്നു. അംഗവൈകല്യമുള്ള നായക കഥാപാത്രങ്ങളെ നമ്മൾ അതിനു മുൻപും കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ ഓർമ്മയിൽ ആദ്യമായാണ് വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു നായിക ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ ഉണ്ടാവുന്നത്. അൾട്ടിമേറ്റ്ലി ആ ഒരു കഥാപാത്രം വെച്ച് ഇവർ ആ സിനിമയിൽ നന്നായി സ്കോർ ചെയ്യുകയും ചെയ്തു. പിന്നെ കഥാപാത്രം ചെയ്തിരിക്കുന്ന ആളെ നമുക്കറിയാം, പണ്ട് വിനോദയാത്രയിലും നോട്ട്ബുക്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചു കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ആ ഒരു കഥാപാത്രം. പടം കണ്ടിറങ്ങിയപ്പോൾ മനസ്സ് മുഴുവൻ ഇവര് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തൊരു പടം ഇറങ്ങുന്നത് കാണാനും ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. എന്നാൽ ഈ സിനിമ ഇറങ്ങി അടുത്ത സമ്മറായിട്ടും ഇവരുടേതായി ഒരു മലയാളം സിനിമ ഇറങ്ങിയിരുന്നില്ല. ഇതിനിടയിൽ ഉത്തമ വില്ലൻ എന്ന കമൽഹാസന്റെ ഒരു തമിഴ് സിനിമയിൽ ഇവരുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പടത്തിൽ താരതമ്യേന ചെറിയ റോളായിരുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 2015 സെപ്റ്റംബറിൽ ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന പൃഥ്വിരാജ് പടം ഇറങ്ങുകയാണ്. ആ പടം തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവരെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരുന്ന മലയാളി ഞാൻ മാത്രമായിരുന്നില്ല. കാരണം അത്രയ്ക്ക് കയ്യടിയായിരുന്നു ഇവരെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ കിട്ടിയിരുന്നത്. അതുപോലൊരു കിടിലൻ കഥാപാത്രവും. എന്നാൽ കളി അവിടം കൊണ്ടും അവസാനിച്ചില്ല. അതേ വർഷം അവസാനം ക്രിസ്മസിന് ദുൽഖർ സൽമാന്റെ ചാർലി ഇറങ്ങുകയാണ്. ഈ ഒരു സിനിമ ഇറങ്ങുമ്പോഴേക്ക് പോപ്പുലാരിറ്റിയിലും കരിസ്മയിലും സാധാരണയായി ഒരു മെയിൽ ആക്ടർ എത്തിപ്പെടുന്ന ലെവലിൽ ഇവരും എത്തിയിരുന്നു. ഇവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ് ചാർലി എന്ന ആ സിനിമയിൽ നമുക്ക് ത്രൂ ഔട്ട് കാണാനും സാധിക്കും. ചാർലി കൂടി കണ്ടു കഴിഞ്ഞതോടെ ഷീ ബിക്കെയിം എ ഫീമെയിൽ വെർഷൻ ഓഫ് എ സൂപ്പർ സ്റ്റാർ, അറ്റ്ലീസ്റ്റ് ഫോർ മീ. ഈ ശോഭന ഉർവശി ടീമൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുൻപേ സ്റ്റാറായ ആളുകളാണ്. എന്നാൽ ഞാൻ സിനിമകൾ കണ്ടു തുടങ്ങിയതിനു ശേഷം ഈ ഒരു ലെവൽ മുൻപ് അച്ചീവ് ചെയ്തിരുന്ന ഒരേ ഒരു ആക്ട്രസ് അത് മീര ജാസ്മിൻ ആയിരുന്നു 2000ത്തിന്റെ തുടക്കത്തിൽ. അതിനുശേഷം അങ്ങനെ ഒരാളെ ഞാൻ കാണുന്നത് ഇവരിലൂടെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു തിരിഞ്ഞു നോട്ടമില്ലാതെ ഈ അടുത്ത കാലത്ത് മറ്റു നായികമാരൊന്നും അച്ചീവ് ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു സുപ്രീം സ്റ്റാർഡത്തിലേക്ക് ഇവർ നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിപ്പിച്ചൊരു ടൈം.